ആവശ്യത്തെക്കുറിച്ചും അതെന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിലനിൽക്കാതെ പോകുന്നതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ മണിയെക്കുറിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സീരീസുകളായിട്ട് തന്നെ ഞാനത് ഒരു 3-4 വീഡിയോ ഇതിനെക്കുറിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം പലർക്കും പണം ആഗ്രഹിക്കുന്നുണ്ട്, മണി ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യത്തിനെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലരുടെ കയ്യിലും പൈസ വന്നു പോകുന്നല്ല, നിലനിൽക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവബോധമില്ലാത്തതുകൊണ്ട്, അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അത് നിലനിൽക്കാത്തതും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് നമ്മളിലേക്ക് വന്നു ചേരാത്തതും അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഈ സ്ഥൂലമായൊരു ശരീരവും അതിനുള്ളിൽ സൂക്ഷ്മമായ ഒരു അംശമായ മനസ്സും നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സോളും കൂടി ചേർന്നാണ് നമ്മളെന്ന് പറയുന്നൊരു വ്യക്തി. അപ്പോൾ ഈ നമ്മുടെ ചിന്തകളെന്ന് ഞാൻ മുമ്പേ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് വൈബ്രേഷനാണ്. എപ്പോഴും അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഉണ്ട്, ലോ ഫ്രീക്വൻസി ഉണ്ട്, ലോ വൈബ്രേഷൻ ഉണ്ട്, ഹൈ വൈബ്രേഷൻ ഉണ്ട്. ഓരോരുത്തരുടെയും ചിന്തകൾക്കനുസരിച്ചാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയം മുതൽ നമ്മളെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, എനിക്ക് പിന്നെ ആരും ഒന്നും അങ്ങനെ സഹായിക്കൊന്നുമില്ല, ഞാനും ഉണ്ട്, എൻ്റെ നിഴലും ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ അതിനകത്തൊക്കെ കാണുന്ന പല പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, ഞാനും എൻ്റെ നിഴലും ഉണ്ടെന്ന്. തെറ്റാണത്. നിഴലെന്ന് പറയുന്നത് നമ്മൾ സൂര്യനുള്ള സമയത്തേക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞിരിഞ്ഞ് സഞ്ചരിക്കുന്ന സമയത്ത് മാത്രമേ അതിനെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൂര്യൻ അസ്തമിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഴലൊക്കെ ഹൈഡായി പോകും. പക്ഷേ മണി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പം മുതൽ, ജനിക്കുന്നതിന് മുമ്പേ മുതൽ മരിച്ചു കഴിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ആളാണ് മണി. ആ മണിക്ക് നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ടോ, നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതെന്താണെന്ന് അറിയാമോ, അതിനോട് നമ്മൾ എങ്ങനെയാണ്, റെസ്പെക്റ്റ് ഉള്ളവരാണോ, എങ്ങനെയാണ് നമ്മൾ അതിനോട് പെരുമാറുന്നത്, ഒരു മനുഷ്യനോടെന്ന പോലെ വിധത്തിലാണോ നമ്മൾ പെരുമാറുന്നത്? പലരുടെയും പേഴ്സിനകത്ത് പണം ചുരുട്ടി കൂട്ടി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ മേശപ്പുറത്തേക്ക് കൊണ്ട് എറിഞ്ഞിടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈസയോ ഒരു രൂപയാണെങ്കിൽ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് കാലുകൊണ്ട് തട്ടി നീക്കും. അതിനെ എടുത്ത് യഥാസ്ഥാനത്ത് വെക്കാനോ അത് കയ്യിലെടുക്കുമ്പോൾ അതിനൊരു നന്ദി പറയാനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ലെന്നുള്ളതാണ്. ഞാൻ ഇന്നലിട്ട വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, ഉള്ളവന് ഞാൻ വീണ്ടും വീണ്ടും നൽകും, ഇല്ലാത്തവനിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ളതും കൂടി ഞാൻ എടുത്തു കളയുന്നു. എന്താണെന്നറിയാമോ? നന്ദിയാണത്. എന്തിനോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അത് എസ്പെഷ്യലി പണത്തോട്. കാരണം നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മ കഴിക്കുന്ന ആഹാരം, അമ്മയിടുന്ന ഡ്രസ്സുകൾ, അമ്മയുടെ മരുന്നുകൾ, അമ്മയെ ആരെങ്കിലും കാണാൻ വരുമ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്, ഇതെല്ലാം പണം ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആ പണം നമ്മളുമായിട്ട് കണക്റ്റഡ് ആയില്ലേ? നമ്മൾ ഒരിക്കലെങ്കിലും അതിനൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ പണം ഉപയോഗിക്കുന്നത്. നമ്മൾ ചുമ്മാ ഒന്നുമില്ലാത്തൊരു സോഷ്യൽ മീഡിയ എടുത്തിട്ട് അവിടെ ഒരു കമൻറ്റ് ഇടുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ താങ്ക്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന, ഈ ഫോൺ പോലും വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ നിഴൽ പോലും നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച് നിൽക്കുന്ന അമ്മണിയോട് ഒരു താങ്ക്സ് ആരെങ്കിലും പറയാറുണ്ടോ? പക്ഷെ പറയുന്നവർക്ക് അവരുടെ കൈ നിറയെ ധനം കിട്ടുമെന്നുള്ളതാണ്. ഞാൻ ഈ നഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അടുത്തൊരു വീട്ടിൽ തന്നെ എനിക്ക് പോകേണ്ടി വരുമായിരുന്നേ. ആ വീട്ടിലെ അമ്മയ്ക്ക് ട്രക്യോസ്റ്റമി ചെയ്തതാണ്. ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴുത്ത് ഇവിടെ തുളച്ചിട്ട് ഒരു ചെറിയ കർവ്ഡായിട്ടുള്ള നമ്മുടെ വിരലത്ര നീട്ടമുള്ള ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു ട്യൂബ് റോഡ് പോലത്തെ ഒരു സാധനം ഇറക്കിയിടും. അത് ചില സമയത്ത് ചുമയ്ക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും. അപ്പോൾ ഇവർക്ക് പേടിയാണ്, ആ വീട്ടുകാർക്ക് അത് കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ അത് അടുത്തുള്ള ഞങ്ങളുടെ ഡോക്ടേഴ്സ് അവർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം ഏതെങ്കിലും ഒഴിവായിട്ടുള്ള നഴ്സുമാരുണ്ടെങ്കിൽ ഒന്ന് ചെല്ലാൻ പറയും. ഞാനൊരു 3-4 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഇത് ഈ ട്രക്യോസ്റ്റമി ട്യൂബ് ഊരി അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിവിടെ പോയിട്ടുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും അതൊരു ഗുജറാത്തി ഫാമിലിയാണ്. അപ്പം ഞാനവിടെ പോയി കഴിയുമ്പോഴത്തേക്കും കരുണ എന്നാണ് ആ ചേച്ചിയുടെ പേര്. അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ ഹസ്ബൻഡ് ഉണ്ട് അവിടെ. ആ പുള്ളിക്കാരനൊരു ഗണപതിയുടെ ഒരു രൂപമുണ്ട്.
വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ചമ്രം പടഞ്ഞിരുന്നുകൊണ്ട് ഒരു കയ്യിൽ അയാൾ മണി പിടിച്ചിട്ടുണ്ടാകും, ഒരു കയ്യിൽ അയാളുടെ മുമ്പിലൊരു താളത്തിനകത്ത് കുറച്ച് പൂക്കളും ഉണ്ടാകും. അത് വെച്ചിട്ട് അതിൻ്റെ മുമ്പിലേക്ക് ഞാൻ നോക്കിക്കഴിയുമ്പം നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് ഈ മണി കിലുക്കിക്കൊണ്ട് അയാൾ അവരുടേതായ ഭാഷയിൽ അവർക്കറിയാവുന്ന വിധത്തിൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂജ ചെയ്യുവാണ് ആ മണിക്ക്. പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ പിന്നെ പണം അവരുടെ കയ്യിലുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നറിയാമോ? മണി എന്ന് പറഞ്ഞിട്ടുള്ളത് എനർജിയാണ്, ഒരു വെറും എനർജിയല്ല, ഒരു മാഗ്നറ്റിക് എനർജിയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ഒരു എനർജി വേറൊരു എനർജിയെ ആകർഷിക്കും. നമുക്കറിയാലോ, ഒരു കാന്തം പിന്നെ ഒരു പച്ചിരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ മണി നമ്മുടെ മനസ്സ് ഈ മണിയെ ആകർഷിച്ചെടുക്കും. എവിടെയുണ്ടെങ്കിലും അത് ആകർഷിച്ചെടുക്കും. അപ്പോൾ അവർ ആ മണിയെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്കും ആ മണിയെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുടെ അടുത്തേക്കും ഈ മണി ധാരാളമായിട്ട് ചെന്ന് ചേരും. പക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ? എന്തിനാണ് ഇത് എത്രയധികം പണം? എന്തിനാണ് പിന്നെ ആവശ്യമില്ലാത്ത പണം? ഈ പണം ഉണ്ടാക്കുന്നവരെല്ലാം വലിയ മോശക്കാരും കള്ളന്മാരും ദാവൂദ് ഇബ്രാഹിമിനെ പോലെയൊക്കെ ഉള്ളവരാണെന്നൊക്കെയുള്ള ധാരണയിലൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോറായി കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ് ഇമേജ് ആൻഡ് ഇമോഷനാണ്. നമ്മളത് വളരെ ഇമോഷനോട് കൂടിയാണ് നമ്മളത് കേൾക്കുന്നത്. അത് നമ്മുടെ മനസ്സിലും മൈൻഡിലും സ്റ്റോറായി കിടപ്പുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മരിച്ചു മണ്ണടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പോലും ആ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതിനൊക്കെ നല്ല കോച്ചസുമാരുടെയും നല്ല ട്രെയിനിങ് തരുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് ചെന്ന് നമ്മളിത് അതിന് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മളിൽ മെല്ലെ 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 പണം വന്നു ചേരാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഈ മാർവാടികളെ പോലെയും ഗുജറാത്തികളെ പോലെ ഒന്നും ആയില്ലെങ്കിലും നമ്മുടെ കയ്യിലൊരു പൈസ കിട്ടുമ്പം, നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പം, നമ്മളത് മണി നമ്മൾ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമ്പം ഹൃദയത്തിൽ നമ്മൾ അതിനോട് നന്ദി പറയുക. അതിനോട് നമ്മുടെ പ്രാർത്ഥനയിൽ ആ മണിയോട് പ്രാർത്ഥന കഴിയുമ്പോൾ ആ മണിയോട് പറയുക, ഇന്നെനിക്ക് ലഭിച്ച ഒരു ചില്ലി കാശിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ആ മണിയോട് അതിൻ്റെ പേര് വിളിച്ച്, മണി ഞാൻ നിന്നോട് നന്ദി പറയുന്നു, ഐ ലവ് യു മണി എന്ന് നമ്മൾ നിർബന്ധമായിട്ട് നമ്മളത് പറയുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ആ മണി നമ്മളെ തേടി വരും. അല്ലാതെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളറകളിൽ ആഡ് ചെയ്ത് അങ്ങനെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ എന്താ ചിന്തിക്കുന്നറിയാവോ? പണക്കാരൻ നമുക്ക് എപ്പോഴും ഒരു പുച്ഛഭാവമായിരിക്കും. പണക്കാരൻ ഇതൊന്നും അറിയുന്നില്ല, അവൻ ലാവിഷായിട്ട് അവൻ്റെ കയ്യിലുള്ള പണമൊക്കെ ഉപയോഗിച്ച് ലാവിഷായിട്ട് അവൻ ജീവിക്കും. പക്ഷെ പാവപ്പെട്ടവരായിട്ടുള്ള നമ്മളെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യുന്നത് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പുച്ഛഭാവം ഈ വ്യക്തികളെ കാണും. ഇവനെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എനിക്കറിയാം, ഇവനൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയാം, അവനൊക്കെ വലിയ മുതലാളിയാണ് എന്നൊക്കെയുള്ളൊരു ഭാവമായിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഇതുപോലെ കഷ്ടപ്പെട്ട് ആ പണത്തെ അവർ സ്നേഹിച്ച് അവർ ചെയ്യാനുള്ള നന്മ സമൂഹത്തിന് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവരിലേക്ക് അവരിലേക്ക് പണം ധാരാളമായിട്ട് ഒഴുകി എത്താൻ വേണ്ടി തുടങ്ങിയത്. നമുക്കും അങ്ങനെ ചെറിയൊരു ചുവടുവെപ്പോടു കൂടി നമുക്ക് തുടങ്ങാൻ സാധിക്കും. കാരണം നമ്മുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതിന് മുമ്പേ ആ മണി നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മണിക്ക് ഒന്ന് നന്ദി പറഞ്ഞ് തുടങ്ങുക. ഒരു പേഴ്സ് എടുത്ത് കഴിയുമ്പോൾ 1 രൂപ അതിനകത്തുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന മണി കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും കാലുകൊണ്ടൊന്നും ചവിട്ടി അറിയാതെ അതൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെക്കുക. എപ്പോഴും നമ്മുടെ പേഴ്സിനുള്ളിൽ ആ പണം 1 രൂപ ഉണ്ടെങ്കിലും നിവർത്തി വെക്കുക. അതൊക്കെ ഒന്ന് കണ്ണിന് മുട്ടി ഐ ലവ് യു എന്ന് പറയുക. എൻ്റെ ആവശ്യത്തിന് നീ എപ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് ഞാൻ നിനക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും മണി കേൾക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം വീണ്ടും ഞാൻ 2-3 സീരിയസ് ആയിട്ട് ഞാൻ മണിയെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. അത് അറിവില്ലായ്മയുടെ അന്ധകാരം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് അറിവ് കിട്ടിക്കഴിയുമ്പോൾ അത് മെല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നന്ദി, നമസ്കാരം.